കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചത്തെ നമ്മുടെ ചിന്തയ്ക്കായി 23-ാം സങ്കീർത്തനം നമുക്ക് ധ്യാനിക്കാം. യഹോവ എൻ്റെ ഇടയനാവുന്നു, എൻ്റെ ഇടയനാവുന്നു. ഒരു വ്യക്തിപരമായ ബന്ധം കർത്താവായ യേശുക്രിസ്തുവുമായിട്ട്, പിതാവായ ദൈവവുമായിട്ട് നമുക്കുണ്ടോ? എൻ്റെ ഇടയനാണെന്ന് പറവാൻ തക്ക വിധത്തിൽ ഉള്ളതായ ആത്മീയ ബന്ധത്തെ വളർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? യഹോവയായ കർത്താവ് കാണുമ്പോൾ അവൻ എൻ്റെ ആട്ടിൻകൂട്ടത്തിലെ ഒരു ആടാണെന്ന് തിരിച്ചു പറയുവാനുമുള്ളതായ ഒരു ബന്ധമായിരിക്കണം കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് നമുക്കുള്ളത്. അവലിവനായ ഇടയൻ നമുക്ക് കൂടെ ഉള്ളതിനാൽ, നമ്മളെ നടത്തുന്നതിനാൽ നാം ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല, ഒന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. അവൻ എൻ്റെ ഇടയനാകുന്നതിനാൽ എനിക്ക് ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാകില്ല, ഒന്നും എനിക്കൊരു മുട്ടുണ്ടാകില്ല, ഒന്നിനും എനിക്കൊരു കുറവുണ്ടാകില്ല. മരണനിഴലിൻ താഴ്വരയിൽ കൂടി ഞാൻ നടക്കേണ്ടി വന്നാലും അവൻ എന്നെ പരിപാലിക്കും, അവൻ എന്നെ സൂക്ഷിക്കും. മരണം മുൻപിൽ കണ്ടതായ അപകടങ്ങൾ, അനർത്ഥങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ യഹോവയായ കർത്താവ് ഇറങ്ങി വന്ന് നമ്മളെ വിടുവിച്ചതാണ്. അവൻ എനിക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യും. നിത്യം എന്നെ വഴി നടത്തുന്നതായ എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറുന്നതായ ഒരു കർത്താവിൻ്റെ സാന്നിധ്യം എന്നും അനുഭവിപ്പാൻ നമുക്ക് കഴിയണം. അവനല്ലാതെ വേറെ ആരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നതായ കാര്യങ്ങളെ നിർവഹിച്ചു തരികയില്ല എന്നുള്ളതായ ഒരു വിശ്വാസം നമ്മിൽ വർദ്ധിക്കുകയും ദിനംതോറും അത് ആശ്രയിക്കും. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാനും സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മളെ ഇടയാക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ദീർഘായുസ് കൊണ്ട് നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന മാത്രമല്ല, ആ ദീർഘായുസുള്ളിടത്തോളം കാലം ദൈവം തമ്പുരാൻ നമ്മളെ അവൻ്റെ ആലയത്തിൽ ഉള്ളതായ സന്തോഷവും പരിപൂർണതയും നമ്മളെ ധരിപ്പിക്കും. ഇന്ന് പകൽ സമയം ദൈവികമായിട്ടുള്ളതായ ഒരു വ്യക്തിപരമായ ബന്ധം നമുക്കുണ്ടാകുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. പിതാവായ ദൈവമേ, അങ്ങ് വലിയ ഇടയനായിരിക്കുന്നതിനാൽ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മരണ നിഴലിൻ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും എനിക്കൊരു അനർത്ഥവും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവൻ എന്നോട് കൂടെയുണ്ട്, അങ്ങെന്നോട് കൂടെയുണ്ട് എന്നുള്ള വാഗ്ദത്തത്തിൽ ഞാൻ പൂർണ്ണമായും ആശ്രയിക്കുന്നു. ദിനംതോറും, ആഴ്ചതോറും, മാസം തോറും എന്നെ അനുഗ്രഹത്തിൻ്റെ പന്ഥാവിൽ അങ്ങ് നയിക്കുന്നതിനായി അങ്ങയെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.